എല്ലാം പെട്ടെന്ന് തീർന്നായിരുന്നു. അതെ വന്നു. ഹലോ, ഞാൻ പെട്ടെന്ന് വിളിച്ച് വരാൻ പറഞ്ഞ ബുദ്ധിമുട്ടായത് എനിക്ക്. ഇല്ല, പക്ഷേ വിളി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് സത്യമാ. രാവിലെ 1-2 ഓർഡർ ഉണ്ടായിരുന്നു, അത് കൊടുത്തു തീർത്തിട്ടാ വന്നേ. ഓ, ഇനിയിപ്പോ ഉച്ചയ്ക്ക് ശേഷം 1-2 കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതെ, ഇവനങ്ങനെ കൂട്ടുകാരെ വീട്ടിലോട്ട് വിളിക്കുന്നതോ സൽക്കരിക്കുന്നതോ ഒന്നും പതിവുള്ളതല്ല. ഇപ്പൊ എന്താണ് മോനോട് ഇവനിങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. എന്റെ ഭാഗത്തു നിന്നും തന്നോട് ചില തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഇതോടങ്ങ് തീരട്ടെ. അയ്യോ സാറേ, അല്ല എന്തേ മോളെവിടെ? അവളിവിടെ തന്നെ ഉണ്ട്. അമ്മാവൻ അവളെ ഇങ്ങ് വിളിക്ക്. ഹലോ, ഒന്നിങ്ങോട്ട് വരാമോ? അതെ അതെ, മോള് വിളിക്കുന്നു. ഒന്നിങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? ദാ വരുന്നു. സാറേ, സാറിന് വൈഫില്ലെന്നല്ലേ പറഞ്ഞേ? ഇത് ആരാ? ഞാൻ തന്നോട് പറഞ്ഞില്ലേ അയൽപക്കത്തൊരു ശല്യക്കാരുണ്ടെന്ന്? അതാ മുതല്. ഞാനിപ്പോ വരാം. പാവൻ ടീച്ചറാ. അവന് അവളെ അത്ര പിടുത്തമല്ല, അതാ. ഓ, ഞാനേ മോളെ വിളിച്ചോട്ട് ഇപ്പൊ വരാം. ഇരിക്കുക കേട്ടോ. ഓ, ദാ വന്നു. ബാബനെ ബാ. നീയും ഇരിക്കടാ ഹരി. ഞാൻ വിളമ്പിത്തരാം നിങ്ങൾക്ക്. അല്ല, അമ്മാവൻ പിന്നെ എപ്പോഴാ ഇരിക്കുന്നത്? ഇതും കൂടെ വിളമ്പി കൊടുത്തിട്ട് ഞാൻ ഇരുന്നോളാം. നീ ഇരിക്കേ. മതി മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുൻപ് എപ്പോഴോ ഇതേ ടേസ്റ്റിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ള പോലെ. അതാണ് നല്ല പെണ്ണുങ്ങള് അടുക്കള കയറിയാലുള്ള ഗുണം. സ്വന്തം വീട്ടിൽ കഴിക്കുന്ന പോലെയോ അമ്മ ഉണ്ടാക്കി തരുന്ന പോലെയോ തോന്നും. അത് ഇവിടെ ചിലർക്ക് മനസ്സിലാവുന്നു തോന്നുന്നില്ല. അതാ പ്രശ്നം. അതെ മോനെ, എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കിയ ആള് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. വേണം. നല്ല ഭക്ഷണം തരുന്നവരോട് നന്ദി പറയണമെന്ന് എന്റെ അമ്മേനോട് പറഞ്ഞിട്ടുള്ളൂ. അതാ. പത്മ ടീച്ചറെ, കുറച്ച് വെള്ളം ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാമോ? ഇപ്പൊ വരും. കഴിക്ക്. എന്താ മോനെ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അമ്മേ, ഞാനേ ഒരു ഫ്രണ്ടിന്റെ വീട്ടില ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങാം. ഇല്ല, പറ്റില്ല. എനിക്കിപ്പോ തന്നെ നിന്നെ കാണണം. മോനെ, ഞാനൊരു വല്ലാത്ത സ്വപ്നം കണ്ടു. പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം. പെട്ടെന്ന് എനിക്ക് മോനെ കാണണമെന്ന് തോന്നി. അതാ മോനെ ഞാൻ വിളിച്ചത്. എന്താ അമ്മേ, എന്ത് സ്വപ്നം അമ്മ കണ്ടത്? അതൊന്നും ആവർത്തി
പ്രവർത്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അത്രയും ഭീകരമായിരുന്നു. അമ്മേ, അമ്മ പേടിക്കണ്ട. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏത് നിമിഷം അമ്മയുടെ വിളിയും കാത്തിരിക്കുന്നത്. എന്റെ ജോലി ഇപ്പൊ ഓക്കെയാണമ്മേ. എനിക്കൊരു പ്രോബ്ലം ഇല്ലമ്മേ. ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് താമസിച്ചോടെ അമ്മേ. ഇല്ല മോനെ, അതിപ്പോ ശരിയാവില്ല. അമ്മ ജോലി എടുക്കുന്ന സ്ഥലത്തെ ഒരു കരാറുണ്ട്. അത് തീരുന്നതുവരെ അമ്മയ്ക്ക് അവിടെ നിന്നേ പറ്റൂ മോനെ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് വേണമെങ്കിൽ ഒരു വാടക വീട് നോക്കാം. എനിക്ക് അമ്മയിലത് ആരാ ഉള്ളേ? പ്രൊഡക്റ്റും കൊണ്ട് ആളുകളുടെ ഇടയിൽ നടക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. തനിച്ച് ചെന്നിരിക്കുമ്പോൾ ഒരു ശൂന്യത പോലെ. മിണ്ടാൻ ആരുമില്ല, സമാധാനിപ്പിക്കാൻ ആരുമില്ല. വല്ലാത്ത ഒറ്റപ്പെടല. കുറച്ചുനാൾ കഴിയുമ്പോ എല്ലാം നേരെയാവും. പിന്നെ അമ്മ, എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. ഒരു നല്ല മനുഷ്യൻ. ഹരി എന്ന പേര്.